അല്ല, നമ്മൾ നാട്ടുകാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ ഉസ്താദ്മാര് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഉസ്താദ് ആയതാണോ? ശരിക്കും പറഞ്ഞാൽ ഒരു ഉസ്താദ് എന്ന് പറഞ്ഞാൽ 7 വർഷമാണ് മതപഠനം നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ബിരുദം എടുത്തിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും 3 വർഷം, ഏകദേശം 10 വർഷത്തോളം അവർ പടച്ചവന്റെ ദീനിനു വേണ്ടി മാറ്റിവെച്ചവരാണ്. അങ്ങനെ മതപഠനം നടത്താൻ വേണ്ടിയിട്ട് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ അവർക്ക് തുച്ഛമായ ശമ്പളമാണ്. 10,000 12,000 രൂപയാണ് ഓരോരോ മദ്രസകളിൽ കൊടുക്കുന്ന ശമ്പളം. ഈ ഒരു ശമ്പളം കൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഒരു കുടുംബവും കഴിഞ്ഞു പോകാൻ പറ്റില്ല എന്നുള്ളത് നമ്മളെ സമൂഹത്തിന് നന്നായിട്ട് അറിയാം. നമ്മുടെ മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിക്കാൻ നമുക്കൊരു മടിയുമില്ല. അതേ മക്കളെ അള്ളാഹ് എന്ന് വിളിക്കാനും നിസ്കാരം പഠിപ്പിക്കാനും ആ ഉസ്താദ് ജീവിതം തന്നെ നമ്മുടെ ദീനിനു വേണ്ടി മാറ്റിവെച്ചതാണ്. അങ്ങനെയുള്ള ഒരു ഉസ്താദ് അവരുടെ കുടുംബത്തിന് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ ഗതിയില്ലാതെ കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം തന്നെയാണ്, അത് ഉസ്താദിന്റെ പ്രശ്നമല്ല. ഇവിടെയാണ് ആത്മീയമായ പരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പള്ളികൾ പണിയണം, പക്ഷെ ആ പള്ളികളിലെ ഉസ്താദുമാരുടെ ജീവിതം നിങ്ങൾ നോക്കണം. മിനാരങ്ങൾ ഉയർത്തുന്നതിനേക്കാൾ പ്രധാനമാണ് ദീന് പഠിപ്പിക്കുന്നവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നത്. നമ്മുടെ നാട്ടുകാരോടും നമ്മളെ പള്ളി കമ്മിറ്റിക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കഴിയുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഉസ്താദന്മാരെ ആദരിക്കുക. ഇപ്പോൾ നിങ്ങൾ ശമ്പളം കൂട്ടിക്കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ വരുന്ന തലമുറയിൽ ദീനെ നിലനിർത്താൻ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.